നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നേരത്തെ നമ്മുടെ ഡിന്നർ കഴിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലതെന്നുള്ള കാര്യം. സോ ഹായ് ദേ, ദിസ് ഇസ് ഡോക്ടർ ആര്യദേവി. ഇതിനെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ പറയുന്നത് ഒരു 6 മണി മുതൽ 7 മണി വരെയുള്ള ടൈമാണ് ഡിന്നറിന് ബെസ്റ്റ് എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമുക്കത് പാലിക്കാനായിട്ട് സാധിക്കാറില്ല അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉറങ്ങാൻ പോകുന്നതിന് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മുന്നെങ്കിലും ഫുഡ് കഴിച്ചിരിക്കണം എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന കാര്യം നമ്മൾ കഴിക്കുന്ന സമയമാണ്. എല്ലാ ദിവസവും ഒരേ സമയം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ ഉറക്കം, നല്ല ഒരു ഉറക്കം കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാനൊക്കെയുള്ള ടൈം ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ഡൈജഷൻ ഒന്ന് സ്ലോ ഡൗൺ ആവും. അപ്പോൾ നമ്മൾ ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ, ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേയൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. അതായത് ഫാറ്റ് മെറ്റബോളിസം ഒന്നും പ്രോപ്പറായിട്ട് നടക്കാതിരുന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും? അമിതവണ്ണം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിനെ ഇത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയബറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ BP, അങ്ങനെ പലതരത്തിലുള്ള മെറ്റബോളിക് ഡിസീസസ് ഒക്കെ ഇത് കാരണം വരാനുള്ള ചാൻസ് ഉണ്ട്. ദഹനത്തിന് പ്രശ്നവും പുളിച്ചു തകട്ടലും പോലെയുള്ള ഇഷ്യൂസും ഇത് കാരണം ഉണ്ടാവാം. ഇവിടെ പലപ്പോഴും വരുന്ന മറ്റൊരു ഡൗട്ടാണ്, നമ്മൾ നേരത്തെയൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിശക്കില്ലേ? ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് സ്നാക്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്നാക്സിൻ്റെ ക്വാളിറ്റിയാണ് ഇവിടെ മാറ്റർ ആവുന്നത്. അതായത് ഹൈ പ്രോട്ടീനുള്ള, നല്ല ഫൈബറുള്ള, ഹെൽത്തി ഫാറ്റുള്ള ഒരു സ്നാക്സ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. നമുക്ക് നട്ട്സ് യൂസ് ചെയ്യാം, ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻസ്, അതായത് ഓട്സ് പോലെയുള്ള സാധനങ്ങൾ നമുക്ക് ഒരു സ്നാക്കായിട്ട് ഈ ഒരു സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്.